ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് നമ്മുടെ എൽബ ഫാർക്കിന് ശേഷം നേരിടാൻ പോകുന്ന ചെറിയൊരു പ്രശ്നത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇപ്പോൾ 6K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 6K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. അതിനുള്ള കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുന്നില്ല വൺ പീസിനെ പറ്റിയുള്ളത്. ഈ ഒരു കാരണം കൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമ്മുടെ ലോക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ലോക്കി നമ്മുടെ ഹെറൽഡിൻ്റെ മകനാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അത് സത്യമാവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ലോക്കിനെ നമ്മളെ ലൂഫി തൻ്റെ ക്രൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എൽബ ഫാർക്കിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ ലോക്കി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുന്നതും കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ സോറോൻ്റെ സ്ഥാനം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ നഷ്ടപ്പെടുന്നതായിരിക്കും. നഷ്ടപ്പെടുന്നത് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ നമുക്കൊരു സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് നമ്മുടെ സോറോ ആണ്. പക്ഷേ നമ്മുടെ ലോക്കി ജോയിൻ ചെയ്യുന്നതുകൂടി അത് മറിയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ ലോക്കി നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സുമായിട്ട് ഒരു ഫൈറ്റ് നടക്കും. അപ്പോൾ നമ്മുടെ കൂസാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയൊരു മാച്ചപ്പ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ഇപ്പോൾ ഇല്ല. നമ്മുടെ സോറോ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഷിരിയുമായിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സാഞ്ചീനെ നമ്മുടെ കൂസാനുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചാൽ അത് വലിയൊരു ഡിഫീറ്റ് തന്നെയായിരിക്കും പോയി അവസാനിക്കും. കാരണം നമ്മുടെ കൂസാൻ്റെ അത്ര ഒന്നും പവർ ഇപ്പം നമ്മുടെ സാഞ്ചിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലേക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെമ്പർ ജോയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ അത് നമ്മുടെ ലോക്കി തന്നെയായിരിക്കാം. പിന്നെ നമ്മുടെ ലോക്കി ജോയിൻ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കിയുടെ സൈസാണ്. അത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ എൽബാഫിൽ നമ്മളൊരു മൂങ്ങേനെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ മൂങ്ങക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ മൂങ്ങയുടെ പവർ വെച്ച് ഒരു സാധനത്തിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സണ്ണീൻ്റെ അകത്ത് ഒരു ഏരിയയിൽ മാത്രം തൻ്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ലോക്കിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും. പിന്നെയുള്ളൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ആഡം ട്രീ വെച്ച് നമ്മുടെ ഫ്രാങ്കി നമ്മുടെ സണ്ണി മോഡിഫൈ ചെയ്ത് ഒരു വലിയ ഷിപ്പാക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ ലോക്കിക്ക് ഒരു പക്ഷേ അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേങ്കിൽ ഇതിനുള്ള ചാൻസ് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഈ മൂങ്ങ തന്നെയായിരിക്കും നമ്മുടെ ലോക്കിനെയും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പവർ സ്കെയിലിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കി നമ്മുടെ സോറോനെ ഇപ്പോൾ സർപ്പസ് ചെയ്യുമെങ്കിലും ഒരു പക്ഷേ ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ സോറോ നമ്മുടെ ലോക്കിനെ സർപ്പസ് ചെയ്യുന്നതായിരിക്കും. ഇതേ കാര്യം തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാഞ്ചിയുടെ കാര്യത്തിലും പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.